നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇന്ന് നെറ്റിപ്പട്ടം മേക്കിംഗ് കിറ്റ് വെച്ചിട്ടുള്ള 3 അടി നെറ്റിപ്പട്ടത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 3.5 അടി നെറ്റിപ്പട്ടത്തിൻ്റെ മേക്കിംഗ് കിറ്റ്, അതിനകത്തുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഒന്ന് ആ വീഡിയോ കൂടി കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ മേക്കിംഗ് കിറ്റിലുള്ള മെറ്റീരിയൽസ് വെച്ച് ഞാൻ ചെയ്യുന്ന നെറ്റിപ്പട്ടമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 3 അടി നെറ്റിപ്പട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഗോൾഡൻ ഏരിയയുടെ മാത്രമാണ് ഈ പറയുന്നത്. ഗോൾഡൻ ഏരിയയുടെ ടോപ്പ് ടു ബോട്ടം 36 ഇഞ്ച് വരും. അതുപോലെ വീതി എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതനുസരിച്ച് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഷേപ്പ് കട്ട് ചെയ്യേണ്ട ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഗോൾഡൻ ഏരിയയുടെ മാത്രം അളവാണ്. ഈ ഒരു അളവിലാണ് ഗോൾഡൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ക്യാൻവാസ് ഷീറ്റും ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിന് താഴെയായിട്ട് റെഡ് വെൽവെറ്റ് ക്ലോത്താണ് വെച്ചിട്ടുള്ളത്. അത് മേക്കിംഗ് കിറ്റിൽ അവൈലബിൾ ആണ്, പക്ഷേ ഗോൾഡൻ ക്ലോത്ത് അവൈലബിൾ അല്ല. അത് നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണ്. ഗോൾഡൻ ക്ലോത്തിലല്ലാതെ ഡയറക്റ്റായിട്ട് വെൽവെറ്റ് തുണിയിൽ വർക്ക് ചെയ്തെടുക്കാം. പക്ഷേ കാണാൻ കുറച്ചുകൂടെ ഭംഗി വരുന്നത് ഗോൾഡൻ ക്ലോത്ത് വെക്കുമ്പോഴാണ്. വെൽവെറ്റ് ക്ലോത്ത് ഗോൾഡൻ തുണിയേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. മുകളിൽ മാത്രം 2.5 ഇഞ്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം റെഡ് വെൽവെറ്റ് ക്ലോത്ത്, അതിന് മുകളിലായിട്ട് ക്യാൻവാസ് ഷീറ്റ്, അതിന് മുകളിലായിട്ട് ഗോൾഡൻ ക്ലോത്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. സൈഡ് തുന്നി വെക്കുന്നതാണ് നല്ലത്. ആദ്യം തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ ബോർഡറിൽ ഒട്ടിക്കേണ്ട ബീഡ്സാണ് ഒട്ടിക്കേണ്ടത്. മേക്കിംഗ് കിറ്റിൽ ഏറ്റവും കുഞ്ഞു ബീഡ്സിനേക്കാളും തൊട്ട് മുകളിലുള്ള ബീഡ്സാണ് ബോർഡറിൽ ഒട്ടിക്കേണ്ടത്. അതിനുശേഷം ഓരോ സങ്കല്പവും ഒട്ടിക്കാം. ആദ്യം തന്നെ ഏറ്റവും അറ്റത്ത് താഴെയായിട്ട് മൂലഗണപതി, അത് റെഡിമെയ്ഡ് ചൂരൽപ്പൊളിയുടെ മുകളിലായിട്ടാണ് ഒട്ടിക്കുന്നത്. ഈ കാണുന്നതാണ് റെഡിമെയ്ഡ് ചൂരൽപ്പൊളി. അത് 2 സൈഡിലും മൂലഗണപതി ഒട്ടിച്ചതിന് ശേഷം ഒട്ടിക്കുക. ഞാനിപ്പോൾ ഓരോ സൈഡിൽ 4 വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുമിള നവഗ്രഹങ്ങളെയും അഷ്ടവസുക്കളെയും സങ്കല്പിച്ചിട്ടാണ് അങ്ങനെ ഒട്ടിക്കുന്നത്. നടുക്കായിട്ട് ത്രിമൂർത്തി സങ്കല്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ലക്ഷ്മി, സരസ്വതി. ത്രിമൂർത്തിക്ക് തൊട്ട് മുകളിലായിട്ട് പാർവതി സങ്കല്പം വെച്ചിട്ടുണ്ട്. ഇത് മേക്കിംഗ് കിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നെറ്റിപ്പട്ടം ചെയ്തിട്ടുള്ളത്. മുകളിൽ സപ്തഋഷികളെ നമുക്ക് വെക്കാൻ സാധിക്കും, പക്ഷേ അതിനായിട്ടുള്ള കുമിളകൾ അവൈലബിൾ അല്ല. നമുക്ക് അതുപോലെ താഴെ നവഗ്രഹങ്ങളും അഷ്ടവസുക്കളും സങ്കല്പിച്ച് വെക്കുന്ന കുമിളകൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ചെറുതായിട്ട് വലുതിൽ നിന്ന് ചെറുത് എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. പക്ഷേ മേക്കിംഗ് കിറ്റിൽ എല്ലാം ഒരേ സൈസിലുള്ള കുമിളകളായതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ കഴിയും. ബിഗിനേഴ്സിന് എപ്പോഴും മെറ്റീരിയൽ കിറ്റ് വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡീറ്റെയിൽഡായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്, ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓരോ കുമിളകൾ സെപ്പറേറ്റ് വാങ്ങിക്കാം. ഇത് ചൂരൽപ്പൊളി, അത് സെപ്പറേറ്റ് നമ്മൾ മുറിച്ചെടുക്കേണ്ടതാണ്. ഇത് ത്രിമൂർത്തിക്ക് ചുറ്റും ആ ഷേപ്പിനനുസരിച്ച് ഒട്ടിച്ചെടുക്കണം. ഷേപ്പ് മാറിയ ആ ഒരു ഭംഗിയും പോകും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഒട്ടിച്ചെടുക്കുക. ഇത് ഫില്ലിംഗ് ബോൾസാണ്. ഇത് ഓരോ സങ്കല്പത്തിന് ചുറ്റിലും റൗണ്ടായിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതിനുശേഷം ചന്ദ്രക്കല ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് 7 ചന്ദ്രക്കലയാണ് ഒട്ടിച്ചിട്ടുള്ളത്. സൈസിനനുസരിച്ചാണ് ചന്ദ്രക്കല ഒട്ടിക്കേണ്ടത്. ഒറ്റ സംഖ്യ 3, 5, 7 ഈ ഒരു ഓർഡറിലാണ് ചന്ദ്രക്കല ഒട്ടിക്കേണ്ടത്. ഗോൾഡൻ ഏരിയ മുഴുവനായിട്ട് സങ്കല്പത്തിന് ചുറ്റിലും ഈ ഒരു ഫില്ലിംഗ് ബോൾസ് ഒട്ടിക്കുക. ഒട്ടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവി ബോണ്ടാണ്. ഫെവി ബോണ്ട് അല്ലെങ്കിൽ B7000 എന്ന് പറഞ്ഞ ഗമ്മ് കിട്ടും, അതായാലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചന്ദ്രക്കലയ്ക്ക് തൊട്ട് മുകളിൽ അത് ബോർഡറിൽ വെച്ചിട്ടുള്ള ബീഡ്സ് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അതിന് ചുറ്റിലും
ബാക്കി വരുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ കുഞ്ഞ് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യാം. നെറ്റിപ്പട്ട ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ സങ്കല്പങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് വെച്ച് ആ ഒരു പൊസിഷനൊക്കെ മാർക്ക് ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ചന്ദ്രക്കലയ്ക്ക് മുകളിലായിട്ട് ഈ ബോൾസ് ഒട്ടിക്കുക. അതിന് ചുറ്റിലും റൗണ്ടായിട്ട് തന്നെ ആ ബീഡ്സ് കവർ ചെയ്യുന്ന പോലെ ഗോൾഡൻ ബീഡ്സ് ഒട്ടിച്ചെടുക്കുക. റൗണ്ട് ഷേപ്പിൽ തന്നെ ഒട്ടിക്കുമ്പോൾ ആ ഒരു ഭംഗി, ഒരു ഫിനിഷിങ് കിട്ടും. ഗോൾഡൻ ക്ലോത്തിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് റെഡ് ക്ലോത്ത് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അരങ്ങ് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും താഴെ കുഞ്ചലം വരും. ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഗോൾഡൻ ബീഡ്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഗോൾഡൻ ബീഡ്സിൻ്റെ വർക്ക് വരുന്ന പോർഷൻ വരുന്നത്. ഓരോ സൈസിലുള്ള നെറ്റിപ്പട്ടത്തിന് അതിൻ്റേതായിട്ടുള്ള അളവുകളുണ്ട്. അളവിനനുസരിച്ച് ആദ്യം ഒരു പേപ്പറിൽ ഷേപ്പ് മുറിച്ചെടുക്കുക. ആ ഷേപ്പിനനുസരിച്ച് ഗോൾഡൻ ക്ലോത്ത് മുറിച്ചെടുക്കണം. അതേപോലെ ക്യാൻവാസ് ഷീറ്റും മുറിച്ചെടുക്കുക. അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് റെഡ് വെൽവെറ്റ് ക്ലോത്ത് മുറിക്കാം. മുകളിൽ മാത്രം 2.5 ഇഞ്ച്. അത് സൈഡിൽ 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് അരങ്ങ് കെട്ടാൻ വേണ്ടിയിട്ടും കുഞ്ചലം കെട്ടാൻ വേണ്ടിയിട്ടുമാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഈ 3 ക്ലോത്ത് ഒന്നിച്ച് ഒട്ടിച്ച് തയ്ച്ചതിന് ശേഷം ബോർഡർ ബീഡ്സ് ആദ്യം ഒട്ടിക്കുക. അതിനുശേഷം ഓരോ സങ്കല്പങ്ങളായിട്ട് വെക്കുക. ആദ്യം മൂലഗണപതി, നടുക്കായിട്ട് ത്രിമൂർത്തി, അതിന് തൊട്ട് മുകളിൽ സൈഡിലായിട്ട് ലക്ഷ്മി സരസ്വതി, ത്രിമൂർത്തിക്ക് തൊട്ട് മുകളിൽ പാർവതി, 2 സൈഡിലായിട്ടും നവഗ്രഹങ്ങളും അഷ്ടവസുക്കളും, ഈ സെൻറ്ററിലായിട്ട് ചന്ദ്രക്കല. ഈ ഒരു രീതിയിലാണ് ഈ ഒരു നെറ്റിപ്പട്ടം ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ സപ്തഋഷികളെ സങ്കല്പിച്ചും നമുക്ക് വെക്കാം. മെറ്റീരിയൽ കിറ്റിൽ അതിനുള്ള ബോൾസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മെറ്റീരിയൽ കിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു നെറ്റിപ്പട്ടം ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ അരങ്ങ് കെട്ടുന്നതും കുഞ്ചലം കെട്ടുന്നതും ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.